ഇത് ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിലെ റെഡ് റോസ് ഹോട്ടൽ. നഗരഹൃദയത്തിലേക്ക് ഒന്ന് പോയി വരാമെന്ന് കരുതി ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒരു ടാക്സി പിടിച്ചു. നഗരഹൃദയത്തിൽ നിന്നും ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരമുണ്ട് ഹോട്ടലിലേക്ക്. ഇദ്ദേഹത്തെ പോലുള്ള ധാരാളം പേർ എപ്പോഴും ടാക്സി കാറുകളുമായി റോഡിൽ കറങ്ങുന്നുണ്ടാവും. പക്ഷേ ടാക്സി കൂലി അല്പം കടുപ്പമാണ്. JD എന്ന ചുരുക്കപ്പേരുള്ള ഒരു ജോർദാനിയൻ ദിനാർ നമ്മുടെ 100 രൂപയ്ക്ക് തുല്യമാണ്. 300 രൂപയെങ്കിലും മിനിമം ചാർജ് നൽകിയെങ്കിലേ ഹോട്ടലിൽ നിന്ന് എനിക്ക് നഗരഹൃദയത്തിലേക്ക് എത്താനാവൂ. സിറ്റി സെന്ററിൽ നിന്നും ഏറെ അകലെ ഹോട്ടൽ ബുക്ക് ചെയ്തതിനാൽ അവിടേക്കുള്ള പോക്കുവരവിന് മാത്രം ദിവസം 1000 രൂപയോളമാണ് ചെലവ്. സായന്തനത്തിൽ അമ്മാന്റെ അന്തരീക്ഷത്തിലേക്ക് തണുപ്പിറങ്ങും. കാർ നഗരത്തിന്റെ ഡൗൺ ടൗൺ ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നൊരു ശനിയാഴ്ചയാണ്. വെള്ളി ശനി ദിവസങ്ങൾ ഇവിടെ അവധി ദിനങ്ങളാണ്. ഏതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തും അതങ്ങനെയാണല്ലോ. എങ്കിലും സന്ധ്യയാവുമ്പോൾ തെരുവുകൾ ഒന്നുണരും. നഗരവാസികളും ടൂറിസ്റ്റുകളുമെല്ലാം വഴിയിലേക്കിറങ്ങുന്നത് അപ്പോഴാണ്. ആൾത്തിരക്കും തുറന്ന കടകളുമൊക്കെയുള്ള ഒരിടത്ത് വണ്ടി നിർത്താൻ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു. അവിടെ ഇറങ്ങി 3 ദിനാർ വാങ്ങി ടാക്സിക്കാരൻ പോവുകയും ചെയ്തു. നല്ല വൃത്തിയും മനോഹാരിതയുമുള്ള തെരുവുകൾ. ഓഗസ്റ്റ് മാസത്തിൽ മറ്ററബി നാടുകളെല്ലാം ചൂടിൽ ചുട്ടുപഴുക്കുമ്പോൾ അമ്മാനിൽ താരതമ്യേന സുഖകരമായ കാലാവസ്ഥയാണ്. തെരുവിൽ ജോർദാനി ജനങ്ങൾ. എന്താണ് അമ്മാൻ, അവിടുത്തെ ജനങ്ങൾ എങ്ങനെ, അവിടുത്തെ ജീവിതം എങ്ങനെ എന്നതൊക്കെ പകർത്തുന്നതിനാണ് ഞാൻ ഈ കാഴ്ചകളിലൂടെ നടക്കുന്നത്. ഇതാണ് ജോർദാനി സ്ത്രീകളുടെ പരമ്പരാഗത വസ്ത്രം. ഇത്തരം വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ വഴിയോര തെങ്ങും ധാരാളമായുണ്ട്. പക്ഷേ ഈ വസ്ത്രം ധരിച്ച സ്ത്രീകളെ വഴിയിലെങ്ങും കാണുന്നില്ലെന്നതാണ് കൗതുകകരമായ കാര്യം. ഇന്നാട്ടുകാരുടെ ആചാരങ്ങളിലും ചടങ്ങുകളിലുമൊക്കെയാണ് സ്ത്രീകൾ ഈ വസ്ത്രം അണിയുക. പുരുഷന്മാർ ഏതു വസ്ത്രവും ധരിക്കുമെങ്കിലും സ്ത്രീകൾ പൊതുവെ പർദ്ദ അണിഞ്ഞാണ് വീടിന് പുറത്തിറങ്ങുക. മോഡേൺ വസ്ത്രം ധരിച്ചു നടക്കുന്ന സ്ത്രീകളെ അപൂർവമായി കാണാറുമുണ്ട്. അവർ ഇന്നാട്ടിലെ ക്രിസ്ത്യാനികളോ വിദേശികളോ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലയിടത്തും കരകൗശല വസ്തുക്കടകൾ കാണാം. അതെല്ലാം അറബി ജോർദാനിയൻ പാരമ്പര്യത്തിൽപ്പെട്ട വസ്തുക്കൾ തന്നെയാണ്. പുരുഷന്മാരുടെ ശിരോവസ്ത്രമായ ഗോത്ര, അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന വളയമായ എഗൽ, സ്ത്രീകൾക്കുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയെല്ലാം വഴിയോരത്തെ കടകളിലുണ്ട്. ഇതെല്ലാം സ്വദേശികൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഇവർ അധികം സാധനങ്ങളൊന്നും വിൽപ്പനയ്ക്ക് നിരത്തുന്നില്ല. ഗോത്രയും എഗലും ഗുഫിയയും വിൽക്കുന്ന കടകൾ ധാരാളമുണ്ട്. ഊതും അത്തറും ഉൾപ്പെടെയുള്ള സുഗന്ധലേപങ്ങൾ. തെരുവിലാകെ അത്തറിന്റെ മണമാണ്. വഴിയോരത്ത് ഫുട്പാത്തിലേക്ക് ഇറക്കിയിട്ട കസേരകളിലിരുന്ന് ഹുക്ക വലിക്കുന്ന ആളുകൾ. കടകളിലെ ജീവനക്കാരാകാം. അടുത്ത കടകളിൽ നിന്നും ആളുകൾ ഇറങ്ങി വന്ന് കുശലം പറഞ്ഞ് ഹുക്കക്കുഴലിൽ നിന്നും പുകയെടുക്കുന്നു. ഇതൊരു പൊതു ഹുക്കയാണെന്ന് തോന്നി. പലരും വന്ന് വലിക്കുന്നു. സായന്തനത്തിന്റെ ഇളം തണുപ്പിൽ വെടിവെട്ടത്തിന് ചെറുപ്പക്കാർ അതിനു ചുറ്റുമെത്തുന്നു. ഇടത്തെരുവുകളിൽ പുറത്തേക്കിറക്കിയിട്ട കസേരകളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെ കാണാം. ബിയർ പാർലറുകളും ബാറുകളുമൊക്കെയുണ്ട് അമ്മാനിൽ. പല അറബി നാടുകളിലും പൊതുത്തെരുവുകളിൽ മദ്യശാലകൾ നിഷിദ്ധമാണെങ്കിലും ഇവിടെ അതെല്ലാമുണ്ട്. കണ്ടുനിൽക്കെ തെരുവിൽ ഇരുട്ട് പടർന്നു തുടങ്ങി. ഫുട്പാത്തിലൂടെ ഞാൻ നടത്തം തുടരുകയാണ്. പലവിധ കരകൗശല വസ്തുക്കളും ആഭരണങ്ങളും വിൽക്കാനിരിക്കുന്ന ആളുകൾ. സുന്ദരമാണ് അമ്മാന്റെ തെരുവുകൾ. വൃത്തിയാണ് ഈ നഗരത്തിന്റെ മുഖമുദ്ര. സ്ത്രീകളുടെ വസ്ത്രം വിൽക്കുന്ന കടകളാണ് തെരുവിൽ കൂടുതലുമെന്ന് തോന്നും. കൗതുകകരമായ ഡിസൈനിലുള്ള വസ്ത്രങ്ങൾ. ഇന്ത്യയിലെ സൽവാർ കമ്മീസ് പോലെ ജോർദാനിലെ പാരമ്പര്യത്തിന്റെ വേഷം ഇതാണ്. കറുത്ത പർദ്ദയ്ക്കുള്ളിൽ ഇത്തരം വില കൂടിയ വസ്ത്രം ധരിച്ചു തന്നെയാണ് ജോർദാനി സ്ത്രീകൾ വീടിന് പുറത്തിറങ്ങുന്നത്. ഇവിടെ ഇങ്ങനെയൊരു കൽക്കെട്ടിടമുണ്ട്. അമ്മാനിൽ ഇന്നും നിലനിൽക്കുന്ന പഴയ കൽക്കെട്ടിടങ്ങളിലൊന്നാണ് 1924 അബ്ദുൽ റഹ്മാൻ മാദി എന്ന ധനികൻ നിർമ്മിച്ച ആ വീട്.
അതിലും പഴക്കമുള്ള അമ്മാൻ സിറ്റാഡൽ ഉൾപ്പെടെയുള്ള കൽനിർമ്മിതികൾ ഈ നഗരത്തിലുണ്ട്. സന്ധ്യയാവുമ്പോൾ നോക്കി നിൽക്കെ തെരുവിൽ ജനം വന്നു നിറയുന്നു. വെയിലിന്റെ തീഷ്ണതയില്ലാത്തതും തണുപ്പിറങ്ങുന്നതുമായ ഈ സമയത്താണ് ആളുകൾ ഷോപ്പിങ്ങിനിറങ്ങുക. ഒരു പയ്യൻ വഴിയോരത്തിരുന്ന് സോപ്പ് കുമ്മളകൾ ഊതിപ്പറത്തുന്നു. ബബിൾ ടോയുടെ വിൽപ്പനയ്ക്കുള്ള ഇരിപ്പാണ്. കുട്ടികൾ വരുന്നത് കാണുമ്പോൾ മാത്രമേ സോപ്പ് വെള്ളത്തിൽ കുഴൽ മുക്കി ഊതുന്നുള്ളൂ. പയ്യൻ ആൾ ബുദ്ധിമാനാണ്, ഒരു രസികൻ കഥാപാത്രം. കുട്ടികൾക്ക് വേണ്ടി ഇവന്റെ കണ്ണുകൾ എപ്പോഴും പരതിക്കൊണ്ടിരിക്കും. ഒരു കുട്ടിയെ ആൾക്കൂട്ടത്തിനിടയിൽ എവിടെയെങ്കിലും കണ്ടാൽ ഉടൻ കുമിളകൾ പറത്തുകയായി. ആ കുമിളകൾക്കിടയിലൂടെ വേണം ആളുകൾക്ക് കടന്നു പോകാൻ. രസകരമായ തെരുവു കാഴ്ചകളിലൂടെ ഞാൻ നടത്തം തുടർന്നു. ഒരു ഭാഗത്തെത്തുമ്പോൾ മുന്നിൽ ഒരു മോസ്ക് കാണാം, അൽ ഹുസൈൻ മോസ്ക്. മോസ്കിന്റെ ഒരു വശത്ത് നാടൻ ചന്തയാണ്. അമ്മാൻ നിവാസികൾ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ചന്തയാണിത്. അമ്മാനിലെ ഏറ്റവും പ്രശസ്തമായ മാർക്കറ്റ്. ടൂറിസ്റ്റുകൾക്ക് ഇവിടെ ഒരു കാര്യവുമില്ല. എങ്കിലും ഞാൻ മാർക്കറ്റിലേക്ക് നടന്നു. ശരിക്കും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നഗരമൊന്നുമല്ല അമ്മാൻ. ജോർദാനിലെ അതിന്റെ തലസ്ഥാനമായ അമ്മാനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം എന്തെന്ന് മനസ്സിലാക്കാൻ ഇതുവഴിയൊക്കെ നടക്കണം. അതിനുവേണ്ടിയാണ് ഈ സന്ധ്യയിൽ തിരക്കുള്ള ഈ മാർക്കറ്റിലേക്കും ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇവിടുത്തെ മനുഷ്യരുടെ രൂപമെന്താണ്? അവർ ധരിക്കുന്ന വസ്ത്രം എങ്ങനെയുള്ളതാണ്? അവരുടെ ഭക്ഷ്യരീതികൾ എന്തൊക്കെയാണ്? അവരുടെ കച്ചവട കേന്ദ്രങ്ങൾ എങ്ങനെയാണ്? എന്തൊക്കെയാണ് അവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്? ക്രയവിക്രയത്തിന്റെ രീതി എങ്ങനെയാണ്? ഇതൊക്കെ കാണുകയും അറിയുകയും വേണം. ഇതാണ് അമ്മാനിലെ സാധാരണക്കാർ. നീളൻ അറബി ഉടുപ്പ് ധരിച്ചു നടക്കുന്ന ആളുകൾ അധികമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ചന്തയിൽ ചെന്നാൽ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെയും. കുറച്ചുകൂടി നിറമുള്ള മനുഷ്യരാണ് ഇവിടെ ഉള്ളതെന്ന വ്യത്യാസം മാത്രം. ഇരുവശത്തും പച്ചക്കറികൾ കൂമ്പാരമാക്കി വെച്ചു വിൽക്കുന്ന ചന്തയിലൂടെ ഞാൻ മുൻപോട്ട് നടക്കുകയാണ്. ഇക്കാണുന്ന പച്ചക്കറികളിൽ ഭൂരിഭാഗവും ജോർദാന്റെ കൃഷിയിടങ്ങളിൽ തന്നെ വിളയുന്നവയാണ്. ജോർദാന്റെ വാദികളിലും ജോർദാൻ നദിയുടെ തീരങ്ങളിലും വലിയ തോതിൽ പച്ചക്കറി കൃഷി നടക്കുന്നുണ്ട്. പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും പഴങ്ങളും പച്ചക്കറികളും കയറ്റുമതി ചെയ്യുന്ന നാടുകൂടിയാണ് ജോർദാൻ. അൽ ബലാദ് എന്നാണ് ഈ മാർക്കറ്റ് ഉൾപ്പെടുന്ന പ്രദേശം അറിയപ്പെടുന്നത്. ഒരു നൂറ്റാണ്ടിലേറെയായി എല്ലാ ദിവസവും കച്ചവടം നടക്കുന്ന മാർക്കറ്റ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇവിടെ ചില വിഭവങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാത്രത്തിൽ നട്ട്സും മറ്റും വറുത്തെടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു മധ്യവയസ്കനും അയാളുടെ മകനുമൊക്കെയാണ് കച്ചവടക്കാർ. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൊണ്ടുള്ള ചില വിഭവങ്ങളാണ് കടയിൽ വിൽക്കുന്നത്. ഉണക്കപ്പഴങ്ങൾ പഞ്ചസാരപ്പാവിൽ മുക്കിയും നിറം കൊടുത്തും കൂട്ടിവെച്ചിരിക്കുന്നു. കടന്നു പോകുന്നവർക്ക് അതിൽ നിന്നും എടുത്തു കുറിക്കാം. ബദാമും പിസ്താഷ്യോയും നിലക്കടലയും കശുവണ്ടിപ്പരിപ്പുമെല്ലാമുണ്ട്. ചിലത് ഉള്ളിൽ കടലമണി വെച്ച് പുറംഭാഗം മിഠായി പോലെ സുന്ദരമാക്കിയിരിക്കുന്നു. വിചിത്ര വിഭവങ്ങൾ. കടയിലെ പയ്യൻ വലിയ ഉത്സാഹിയാണ്. അവന്റെ മുഖത്ത് ഒരു ഓമനത്വമുണ്ട്. ഇന്ന് വിദ്യാലയത്തിന് അവധിയായതിനാൽ മുതിർന്നവരെ സഹായിക്കാൻ എത്തിയതാണിവൻ. നല്ല ചുറുചുറുക്കോടെ അവൻ നട്ട്സ് അളക്കുകയും തൂക്കുകയും അതിന്റെ കാശ് വാങ്ങുകയും എല്ലാം ചെയ്യുന്നു. കുറേയേറെ വിഭവങ്ങളുണ്ട്. സാമ്പിൾ എടുത്തു കുറിക്കാൻ കടക്കാർ എന്നെയും നിർബന്ധിച്ചു. 1-2 സാമ്പിൾ എടുത്ത് കടയുടെ മുന്നിൽ നിന്നും നടന്നു. നേരം 8 മണിയോടടുക്കുന്നു. അൽ ഹുസൈൻ മോസ്കിന്റെ മുൻഭാഗമാണിത്. ഒട്ടോമൻ ശൈലിയിൽ നിർമ്മിച്ച മോസ്ക്. 1924 ആയിരുന്നു ഇത് പണിതത്. ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ഷവർമയാണ് പ്രധാന വിഭവം. ഇന്ന് രാത്രിയിലെ ഭക്ഷണം താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഇവിടെ നിന്നും ഒരു ഷവർമ വാങ്ങിപ്പോകാം. ബീഫ് ഷവർമയാണ് ഓർഡർ ചെയ്തത്. അത് തയ്യാറാവുകയാണ് ഇവിടെ. അരിഞ്ഞെടുത്ത ഇറച്ചി ഒരു റൊട്ടിയിൽ ചുരുട്ടി ഹീറ്ററിൽ വെച്ച് പ്രത്യേക രീതിയിൽ ചൂടാക്കുന്നു. ഞാൻ ഇന്ത്യക്കാരനാണെന്നറിഞ്ഞതോടെ പാചകക്കാരന് വലിയ ഉത്സാഹമായി. പക്ഷേ ഞാനാണോ ഇന്നത്തെ ഏക കസ്റ്റമർ എന്ന സന്ദേഹം എനിക്കുണ്ട്. പൊതിഞ്ഞെടുത്ത ഷവർമയുമായി ഒരു ടാക്സി പിടിച്ച് ഹോട്ടലിലേക്ക് തിരിച്ചു. ഹോട്ടൽ റെഡ് റോസിന് മുന്നിൽ വന്നിറങ്ങിയപ്പോൾ 4 ദിനാറാണ് ടാക്സിക്കാരൻ ആവശ്യപ്പെട്ടത്. അത് നൽകി.
മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അടുത്ത ദിവസം പ്രഭാതം. റെഡ് റോസ് ഹോട്ടലിൽ നിന്നും ഞാൻ ഇന്ന് ചെക്കൗട്ട് ചെയ്തിറങ്ങുകയാണ്. ഒരു ദിവസം കൂടി ഇവിടെ വന്ന് താമസിക്കേണ്ടതുണ്ടെങ്കിലും തൽക്കാലം മുറി വിട്ടിരിക്കുകയാണ്. ഹോട്ടലിന് മുന്നിൽ ഭാരിച്ച ശരീരവുമായി ഒരാൾ കാറുമായി വന്ന് നിൽക്കുന്നുണ്ട്. ട്രാവൽ ഏജന്റ് അറേഞ്ച് ചെയ്തു തന്നിരിക്കുന്ന ഡ്രൈവറാണ്. ഹാബിസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഹാബിസ് ആണ് ഇനി അടുത്ത 3-4 ദിവസം എന്നെ ജോർദാന്റെ വിവിധ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്നത്. ജോർദാനിലെ അങ്കിൾ ബൺ. ഞങ്ങൾ പുറപ്പെട്ടു. ഹാബിസിന് ഇംഗ്ലീഷ് അറിയാമെന്നത് ആശ്വാസം. ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളെ ഡ്രൈവറായി കിട്ടണമെന്ന് ട്രാവൽ ഏജന്റിനോട് ആവശ്യപ്പെട്ടതിനാലാണ് ഇത്രയും ഭാരിച്ച ഒരാളെ എനിക്ക് അറേഞ്ച് ചെയ്തു തന്നിരിക്കുന്നത്. അമ്മാനിലെ കുറച്ചു കാഴ്ചകൾ കണ്ടതിനു ശേഷം ഇന്ന് കരാക്ക് എന്ന പട്ടണത്തിലേക്ക് പോകണം. കരാക്ക് കാസിൽ ഉൾപ്പെടെ കുറെ ചരിത്ര കാഴ്ചകൾ അവിടെയുണ്ട്. അമ്മാനിൽ നിന്നും അൽ കരാക്ക്, അവിടെ നിന്നും ചരിത്ര നഗരവും ലോകാത്ഭുതവുമായ പെട്ര, പെട്രയിൽ നിന്നും മരുഭൂ താഴ്വരയായ വാദിറം, തുടർന്ന് ചെങ്കടൽ തീരത്തെ തുറമുഖ പട്ടണമായ അൽ അഖ്ബയിലേക്ക്, പിന്നീട് ദീർഘമായ ഒരു യാത്രയിലൂടെ ചാവുകടൽ തീരത്തേക്ക്, പിന്നെ മൗണ്ട് നെബുവിലേക്ക്, അവിടെ നിന്നും വീണ്ടും അമ്മാനിൽ. ഇതാണ് ഇക്കുറി ജോർദാനിലെ എൻ്റെ യാത്രാ പരിപാടി. ജോർദാനിലെത്തുന്ന ഏതൊരു സഞ്ചാരിയും സന്ദർശിക്കുന്ന ഇടമാണ് അറേബ്യൻ ഭൂമികയുടെ ചരിത്രശേഷിപ്പായ പെട്ര. ലോകാത്ഭുതങ്ങളിലൊന്നായ പെട്ര ഒരുപക്ഷെ പ്രേക്ഷകർക്ക് പരിചിതമായിരിക്കാം. പെട്ര ക്യാമറയിലാക്കിയ ശേഷം വാദി റം എന്നറിയപ്പെടുന്ന മരുഭൂ താഴ്വരയിലേക്ക് പോകണം. അതിഗംഭീരമായ കാഴ്ചകളുള്ള ഒരു താഴ്വരയാണത്. ഇന്ന് ആദ്യം പോകുന്നത് അമ്മാൻ സിറ്റാഡലിലേക്കാണ്. ഇതൊക്കെ അമ്മാന്റെ പുതിയ ഭാഗങ്ങളാണ്. മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇപ്പോൾ അമ്മാൻ നഗരത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ കാര്യാലയങ്ങളും ബാങ്കുകളുമെല്ലാമാണ് പാതയുടെ ഇരുവശത്തും കാണുന്നത്. അമ്മാന്റെ മാത്രമല്ല, ജോർദാന്റെ തന്നെ ആധുനികവൽക്കരണത്തിൽ ബദ്ധശ്രദ്ധനാണ് അബ്ദുള്ള രണ്ടാമൻ രാജാവ്. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം പാശ്ചാത്യ രീതിയിൽ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഒരു കുന്നിറങ്ങുമ്പോൾ നേരെ മുന്നിൽ സിറ്റാഡൽ കാണാം. ജബൽ അൽ ഖൊല എന്ന വലിയൊരു മലമുകളിലാകെ വ്യാപിച്ചു നിൽക്കുന്ന കോട്ട. ഇന്ന് ജോർദാനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷിത സ്മാരകമാണ് അമ്മാൻ സിറ്റാഡൽ. കൂറ്റൻ കോട്ടമതിൽ മലമുകളിലൂടെ അങ്ങനെ നീണ്ടുപോകുന്നു. കൊട്ടാരങ്ങളും ദേവാലയങ്ങളും മാർക്കറ്റുകളുമെല്ലാം ഉണ്ടായിരുന്നു ഒരു കാലത്ത് ആ മതിൽക്കെട്ടിനുള്ളിൽ. അവിടെ ഇരുന്നാണ് നൂറ്റാണ്ടുകളോളം പല ഭരണാധികാരികൾ ജോർദാൻ ദേശത്തെയും അമ്മാൻ നഗരത്തെയുമൊക്കെ ഭരിച്ചത്. സിറ്റാഡലിന്റെ പ്രവേശന കവാടത്തിലേക്ക് കാർ എത്തി. ഇവിടം ആകെയൊന്ന് സുന്ദരമാക്കുകയും പുതിയ ചില നിർമ്മിതികൾ വരികയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ജബൽ അൽ ഖൊലയിൽ നിന്ന് നോക്കുമ്പോൾ പല മലകളിലാകെ കയറിയുമിറങ്ങിയും കിടക്കുന്ന അമ്മാൻ നഗരം കാണാം. 19 മലകളിലായി ഊതവർണ്ണത്തിൽ പരന്നുകിടക്കുന്ന കെട്ടിടങ്ങളുടെ ഒരു പരവതാനിയാണ് അമ്മാൻ. കെട്ടിടവനത്തിന് നടുവിലൊരിടത്ത് ഉയർന്നു നിൽക്കുന്ന ജോർദാനിയൻ ദേശീയ പതാകയും കാണാം. തിങ്ങി നിൽക്കുന്ന 4ഉം 5ഉം നിലകളുള്ള കെട്ടിടങ്ങൾ. ഒറ്റനോട്ടത്തിൽ ഒരേ വർണ്ണത്തിലുള്ള കാർഡ്ബോർഡ് പെട്ടികൾ അടുക്കി വെച്ചിരിക്കുകയാണെന്ന് തോന്നും. ഇങ്ങനെ കാണുമ്പോൾ എവിടെയും പച്ചപ്പോ മലയുടെ പ്രതലമോ ഇല്ല. ഇതാണ് അമ്മാൻ. 30 ലക്ഷത്തോളം ജനം ഇവിടെ ഇത്തരം കെട്ടിടങ്ങളിൽ വസിക്കുന്നു. 1921 ട്രാൻസ് ജോർദാൻ എമിറേറ്റ്സ് രൂപീകൃതമാകുമ്പോൾ 7 മലകളിലെ നഗരമായിരുന്നു അമ്മാൻ. അന്നും അമ്മാന്റെ കെട്ടിട നിർമ്മാണ ശൈലി ഇതുതന്നെയായിരുന്നു. 9 ദശകങ്ങൾ കൊണ്ട് അമ്മാൻ നഗരം 19 മലകളിലേക്കും അവയുടെ താഴ്വരകളിലേക്കുമാണ് വ്യാപിച്ചത്. സിറ്റാഡലിന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അകലെ കാണുന്ന മകുടം പഴയ ഉമയാദ് കൊട്ടാരത്തിന്റെ പടിപ്പുരയാണ്. അതിപ്പോൾ ഒന്ന് നവീകരിച്ചിട്ടുണ്ട്.
ടിക്കറ്റ് എടുത്ത് ഞാൻ അമ്മാൻ സിറ്റാഡലിന്റെ അകത്തേക്ക് നടക്കുകയാണ്. 5 ദിനാറാണ് ടിക്കറ്റ് നിരക്ക്, നമ്മുടെ 500 രൂപ. ഇവിടെ ഇങ്ങനെ ഒരു രസികനുണ്ട്. ഞാൻ ഇന്ത്യക്കാരനാണെന്നറിഞ്ഞ് ആശാൻ ഹിന്ദി പാട്ടുകൾ മൂളുന്നു. ഇന്ത്യൻ സിനിമാ താരങ്ങളെപ്പറ്റി പറയുന്നു. ഇദ്ദേഹം ഇവിടുത്തെ ഒരു ഗൈഡാണ്. വിയറ്റ്നാംകാരായ 2 സ്ത്രീകൾ വന്നപ്പോൾ അവരെ പിടികൂടി നമ്മുടെ ചങ്ങാതി. പക്ഷേ അവരും അയാളെ കൈവിട്ടു. ഇവിടെ ഒരു ഗൈഡിന്റെ ആവശ്യമില്ല. ഓരോ സ്ഥലത്തും അവിടുത്തെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ബോർഡുകൾ എഴുതി വച്ചിട്ടുണ്ട്. ജബൽ അൽ കൊലയിലൂടെ നീങ്ങുമ്പോൾ മറുഭാഗത്ത് നഗരത്തിന്റെ ഭാഗങ്ങൾ പരന്നുകിടക്കുന്നത് കാണാം. സിറ്റാഡലിനകത്തുകൂടി ഞാൻ നടത്തം തുടരുകയാണ്. ഈ ഒരു മലമുകളിൽ നിരവധിയായ മന്ദിരങ്ങളും നിർമ്മിതികളും ഉണ്ടായിരുന്നു. BC 1800-ൽ വെങ്കല യുഗത്തിലാണ് ഇവിടെ ആദ്യമായി കോട്ട നിർമ്മിക്കപ്പെട്ടതെന്നാണ് ചരിത്രം. ഇത് പഴയകാലത്തെ ജലസംഭരണിയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപും ഇന്നുള്ളതുപോലെ തന്നെ രൂക്ഷമായ ജലക്ഷാമമായിരുന്നു അമ്മാനിൽ. ഇത്തരം സിസ്റ്റേണുകളിൽ മഴവെള്ളം സംഭരിച്ച് വളരെ കരുതലോടെ ഉപയോഗിക്കുകയായിരുന്നു അന്നത്തെ രീതി. പഴയ കോട്ടമതിൽ ഉണ്ടായിരുന്നത് ഇവിടെയാണ്. അതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. വെങ്കല യുഗത്തിലാണ് ഈ മതിൽ ആദ്യമായി നിർമ്മിച്ചതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നീട് BC 1300-നും 700-നും ഇടയിലെ ഇരുമ്പ് യുഗത്തിൽ ഇത് പുതുക്കിപ്പണിതിരുന്നു. റോമൻ കാലഘട്ടത്തിലും ബൈസന്റൈൻ കാലത്തും ഉമയാദുകളുടെ ഭരണനാളുകളിലും നഗരമതിൽ കൂടുതൽ ബലപ്പെടുത്തുകയുണ്ടായി. ആകെ 1700 മീറ്ററായിരുന്നു ആദ്യകാലത്തെ സിറ്റി വാളിന്റെ നീളം. ഒരിടത്തെത്തി താഴേക്ക് നോക്കുമ്പോൾ ഇന്നലെ ഞാൻ കണ്ട റോമൻ തിയേറ്ററിന്റെ കുറച്ചുകൂടി വ്യക്തമായ ദൃശ്യം ലഭിക്കുന്നു. വീണ്ടും നടക്കുന്നത് പഴയ കോട്ടമതിലിനരികിലൂടെ തന്നെയാണ്. മറ്റു നാടുകളിൽ കാണുന്ന പുരാതന കോട്ടമതിലുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ജബൽ അൽ കൊലയെ ചുറ്റിയുള്ള മതിൽ. ഗവേഷകർ ഗ്ലേസിസ് അഥവാ സ്ലോപ്പിംഗ് വാൾ എന്ന് വിശേഷിപ്പിക്കുന്ന ചെരിഞ്ഞ മതിലായിരുന്നു ഇത്. പ്ലാസ്റ്റർ ചെയ്ത് മിനുസപ്പെടുത്തിയ ആ മതിലിൽ കയറിയാൽ തെന്നി വീഴുമെന്നതിനാൽ ശത്രുക്കൾക്ക് മതിൽ മറികടക്കുക എളുപ്പമായിരുന്നില്ല. ഇവിടെ മുന്നിൽ വലിയ കൽത്തൂണുകൾ കാണാം. ഹെർക്കുലീസ് ദേവന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരുന്ന റോമൻ ക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണത്. AD 162 മുതലുള്ള 4 വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 33 അടി ഉയരമുള്ള 6 കൂറ്റൻ തൂണുകളോടുകൂടിയ ഒരു പോർട്ടിക്കോയാണ് ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നത്. ക്ഷേത്രത്തിന്റെ കൊത്തുപണികളുള്ള ക്യാപിറ്റലിന്റെ അവശിഷ്ടങ്ങൾ താഴെ വീണുകിടക്കുന്നു. റോമൻ കാലത്ത് ഫിലാഡൽഫിയ എന്നറിയപ്പെട്ടിരുന്ന നഗരമാണ് ഇന്നത്തെ അമാൻ. അക്കാലത്ത് ഫിലാഡൽഫിയയുടെ കേന്ദ്രസ്ഥാനമായിരുന്നു ഈ ക്ഷേത്രം. റോമാക്കാർക്ക് മുൻപ് അമ്മോണൈറ്റ് ജനതയായിരുന്നു ഈ കുന്നിൻമുകളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. അവരുടെ മിൽക്കം എന്ന ദൈവത്തിന്റെ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം തകർത്ത് അതിനു മേലാണ് റോമാക്കാർ ഹെർക്കുലീസ് ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപത്തിലുണ്ടായിരുന്ന റോമൻ ലിഖിതങ്ങളിൽ നിന്നും AD 160-കളിൽ അറേബ്യൻ ദേശത്തെ റോമൻ ഗവർണറായിരുന്ന ജെമിനിയസ് മാർഷ്യാനോസാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അക്കാലത്ത് മാർക്കസ് ഔറേലിയസ്, ലൂയിസ് വേറസ് എന്നീ ചക്രവർത്തിമാർ ഒരുമിച്ചാണ് റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്നത്. അവർ ഇരുവർക്കും വേണ്ടിയാണ് ഗവർണർ ജെമിനിയസ് മാർഷ്യാനോസ് ഈ ക്ഷേത്രം സമർപ്പിച്ചത്. ക്ഷേത്രത്തിന്റെ തകർന്നു വീണ ശിലകളിൽ പലതും പിന്നീട് AD 730-കളിൽ മലമുകളിലെ ഉമയാദ് കൊട്ടാര സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ഹെർക്കുലീസ് ക്ഷേത്രം പിന്നിട്ട് നടക്കുമ്പോൾ ഇവിടെ ചില ഭൂഗർഭ അറകൾ കാണാം. BC 2250 കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട മൃതദേഹ സംസ്കാരത്തിനുള്ള അറകളായിരുന്നു ഇത്. ഒരു ഗുഹയ്ക്കുള്ളിൽ പല അറകളിലായി മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്ന രീതിയാണ് അന്ന് ഉണ്ടായിരുന്നത്. 4000 വർഷം മുൻപ് ഈ ടൂമ്പുകൾ ഒന്നുകൂടി സൗകര്യപ്രദമാക്കി മൃതദേഹ സംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി നടക്കുമ്പോൾ ഒരു ബൈസന്റൈൻ ദേവാലയത്തിന്റെ ശേഷിപ്പുകൾക്കരികിലേക്കാണ് എത്തുന്നത്. AD 5-6 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ച ബസിലിക്ക. ഉമയാദുകളുടെ വരവോടെ ഈ ബസിലിക്ക തകർന്നടിയുകയാണ് ഉണ്ടായത്. ഇവിടെ ഒരു വലിയ കെട്ടിടമുണ്ട്.
ജോർദാൻ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് ഇത്. അതിനു മുൻപിൽ കുറേയേറെ ടൂറിസ്റ്റുകളുണ്ട്. ഞാൻ വരുന്നതിനു മുൻപേ സിറ്റാഡലിൽ കയറിയവരാണിവർ. ജോർദാന്റെ പല ഭാഗത്തു നിന്നും ലഭിച്ച പുരാവസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഈ മ്യൂസിയത്തിലാണ്. 4500-ലേറെ വർഷത്തെ ചരിത്രത്തിന്റെ തുടർച്ചയായ കാഴ്ചയാണ് ഈ മലമുകളിലുള്ളത്. നേരെ മുന്നിൽ കാണുന്നത് അടുത്ത കാലത്ത് പുനർനിർമ്മിച്ച ഉമയാദ് കൊട്ടാര കോംപ്ലക്സിന്റെ പടിപ്പുരയാണ്. സിറ്റാഡലിന്റെ പ്രവേശന കവാടത്തിൽ വെച്ച് ഞാനത് നേരത്തെ കണ്ടിരുന്നു. അവിടേക്ക് നടക്കുമ്പോൾ തകർന്നടിഞ്ഞ കുറെ കൽക്കെട്ടുകൾ കാണാം. ഉമയാദ് കൊട്ടാര കോംപ്ലക്സും അതുമായി ബന്ധപ്പെട്ട വീടുകളുമെല്ലാമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. AD 7-8 നൂറ്റാണ്ടുകളിലാണ് ഉമയാദുകൾ ഇവിടെ വിപുലമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അന്ന് വലിയൊരു ടൗൺഷിപ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. മോസ്ക്, മാർക്കറ്റുകൾ, റെസിഡൻഷ്യൽ ഏരിയകൾ, കൊട്ടാരം എന്നിങ്ങനെ പലവിധ നിർമ്മിതികൾ. അമ്മാൻ സിറ്റാഡലിന്റെ ഏറ്റവും അവസാനത്തെ സുവർണകാലമായിരുന്നു ഉമയാദ് ഭരണകാലത്തേത്. അന്ന് സർവ്വസജ്ജവും സൗകര്യപ്രദവുമായിരുന്നു കോട്ടയ്ക്കുള്ളിലെ പട്ടണം. അതിന്റെ നാശാവശിഷ്ടങ്ങൾക്കിടയിലൂടെ കാഴ്ചക്കാരായി ടൂറിസ്റ്റുകൾ നീങ്ങുന്നു. ഒരു കാലത്ത് ഏറെ സജീവമായിരുന്ന ഒരു നഗരത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ചരിത്രാന്വേഷിയായി ഞാൻ സഞ്ചാരം തുടരുകയാണ്.